ഇതിപ്പോൾ ഭാരതപ്പുഴയുടെ തീരാണ്. കാണാൻ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, പക്ഷെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പുഴ നിറഞ്ഞൊഴുകുന്ന സമയത്ത് ഇവിടെ കൂടെയൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. നമ്മളിവിടേക്ക് വരാൻ കാരണം PSCയുടെ ഒരു പരീക്ഷയാണ്. പരീക്ഷ മാറ്റി വെച്ച കാര്യം അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. എന്നെപ്പോലെ തന്നെ 10-20 പേരുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കായി പോയില്ല, കൂട്ടിന് ആളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇത്രയും ദൂരം 40 കിലോമീറ്റർ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ, അടുത്തെടുക്കുന്ന വല്ല സ്ഥലങ്ങളും പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മാപ്പിൽ നോക്കിയപ്പോൾ അടുത്ത് ഭാരതപ്പുഴ അങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഭാരതപ്പുഴ ഒന്ന് ചുമ്മാ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു വീഡിയോ ഇട്ടിടാനും അങ്ങനെ തോന്നുകയുണ്ടായത്. അപ്പോൾ ഇവിടെ ഭാരതപ്പുഴയ്ക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു അടിപൊളി ചിറ കിടക്കുന്നുണ്ട്. പക്ഷേ ആ ചിറയിലേക്ക് പോകാൻ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടി ചുറ്റി പോണ വഴിക്ക് പാലത്തിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ വേറൊരു ചിറ കണ്ടു. ഈ ചിറ അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള ചിറ തടയണ അല്ലെങ്കിൽ ചെക്ക് ഡാം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ചുറ്റും നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. കാരണം നന്നായിട്ട് പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്നുണ്ട്, ആകാശമൊക്കെ ഇരുണ്ട് കൂടി ചെറിയൊരു മഴയ്ക്കുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ പാലത്തിൻ്റെ അപ്പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വഴിയിലോട്ട് പോകുന്ന സമയത്ത് ആ ചിറയിലേക്കുള്ള ചെറിയൊരു വ്യൂ കണ്ട്. ഇതാണ് വ്യൂ. അപ്പോൾ ഇവിടുന്ന് കാണാൻ നല്ല കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ആ ചെക്ക് ഡാമിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ കുറച്ച് പേര് കുളിക്കുന്നത് കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ആദ്യം കണ്ട ചെക്ക് ഡാമിലേക്ക് പോവാണ്. ഈ വഴിയിലൂടെ വേണം പോകാനായിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാടങ്ങളുടെ നടുവിൽ കൂടെ ആയിട്ട് റോഡ് പോകുന്നത് കാണുന്നത്. അപ്പോൾ ചുറ്റും കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അവിടെ നിന്ന് നിർത്തി നോക്കി. നമുക്ക് ആ ഒരു കാറ് വരുന്ന ആ സൈഡ് ആ വഴി വേണം അങ്ങനെ തിരിഞ്ഞ് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന വഴിയാണിത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചിറ ഭാഗത്തെത്തിയിട്ടുണ്ട്. ചിറ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ചിറ അല്ലെങ്കിൽ ചെക്ക് ഡാം എന്ത് തന്നെ ആയാലും എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഇഷ്ടം പോലെ പറയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെറുതെ ഒന്ന് ഇറങ്ങാൻ പോവുകയാണ്. എന്നിട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരെ ഒന്ന് പോയി നോക്കണം, എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയുണ്ട് സംഭവങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വരാനായിട്ട്. വെറുതെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ചെറിയൊരു ചാട്ടേ ഉള്ളൂ വെച്ചാലും നല്ല അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് ചാടുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ട്. ഇപ്പോൾ കേൾക്കുന്ന വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒച്ച ഒന്നും കേൾക്കണ്ടാവില്ല, വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം നടുവിലെത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഷട്ടറുണ്ട്, വെള്ളം പെട്ടെന്ന് തുറന്നു വിടാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി തുറന്നു വിടാനൊക്കെ ഷട്ടർ. പിന്നെ ഈ ഒരു ഭാഗത്ത് വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് ഭയങ്കര കുറവാണ്, ആ അറ്റത്ത് മാത്രമാണ് ഒഴുക്ക് കൂടുതലുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തടയണയുടെ അടിഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്, വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തേക്ക്. ഇവിടെ അത്യാവശ്യം നടക്കാനൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്. കാരണം നന്നായിട്ട് പൂപ്പലൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്, അതുകൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു വെള്ളത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ നല്ല ഒരു രസമാണ്. ഇത് ഏകദേശം ഒരു 7 അടി 8 അടി മാത്രം, 7 അടി 8 അടീൻ്റെ ഉള്ളിൽ മാത്രമാണ് ഹൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് മുകളിലേക്ക് കുറച്ചൊക്കെ കാണാനൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം സെൻറ്ററിലേക്കൊന്ന് നടക്കാൻ നോക്കുകയാണ്. പക്ഷേ ഇവിടെ ഭയങ്കര വഴുക്കുള്ളതുകൊണ്ട് മെല്ലെ മെല്ലെയാണ് നടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു ഇത് മാപ്പിൽ കണ്ടുകൊണ്ടാണ്. ഈ റിസോർട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിസോർട്ടിൽ ഇവിടെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ വീട് പോലെയൊക്കെ ഉണ്ട്. നല്ല ഒരു പക്ഷേ അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കാനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. നല്ല ഒരു റിലാക്സിങ് ആയിട്ട് പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ. പിന്നെ നമ്മളിങ്ങോട്ട് വന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജൂലൈ 10-ാം തീയതി ആരെങ്കിലും ഇങ്ങനെ എക്സാം എഴുതാൻ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ ഞാൻ അവിടെ കുറേ പേരെ കണ്ടിരുന്നു, പക്ഷേ ആരുമായിട്ടും കോൺടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. എന്തായാലും 1.5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. ഇവിടെ പോകുന്ന വഴിക്ക് കുറേ ഇങ്ങനെ പട്ടപ്പേര പോലെ ഒരു സംഭവം ഉണ്ട്. എനിക്ക് തോന്നുന്നു ചൂള പണിക്കാർക്ക് എന്തെങ്കിലും അതിൻ്റെയൊക്കെ ആവശ്യത്തിനായിരിക്കും. ഇവിടെ ഇഷ്ടിയൊക്കെ ഉണ്ട്, അപ്പോൾ ചൂളയുടെ എന്തെങ്കിലും പണിയായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ പുഴയോടും ചിറയോടും ഒക്കെ ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ പോവുകയാണ്. നമ്മുടെ ബൈക്ക് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരീക്ഷയുടെ ഒരു അനുഭവം ആരായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് മഴ ചെയ്തപ്പോൾ ഞാൻ അവിടെ കിടക്കുന്ന ഒരു ആലിൻ്റെ ചോട്ടിൽ വന്നിട്ട് വെറുതെ ഇരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെയും കുറച്ച് നേരം ഇരുന്നിട്ട് മഴ കൊണ്ടിട്ടാണ്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് എത്ര നേരമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. നൂറാണീൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. കറക്റ്റ് പേര് എനിക്കും അറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് നമ്മുടെ യാത്ര വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒറ്റപ്പാലത്തേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഈ പാലക്കാട് വന്നതിൽ ഒരു കാര്യം ഉറപ്പിച്ചു. കാരണം ഇനി വരികയാണെങ്കിൽ പരീക്ഷയൊക്കെ ഉണ്ടോയെന്ന് ആദ്യം തന്നെ വീട്ടിൽ നിന്ന് കൺഫേം ആക്കിയിട്ടാണ് വരുള്ളൂ. അതാണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നത്.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.